നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റുങ്ങലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ നല്ലൊരു ഉഗ്ര ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ സെർബൽ പ്ലാസി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ അമ്മമാരാണ് ഇത് നടത്തുന്നത്. പുറകെ നോക്കിക്കഴിഞ്ഞാൽ മതി, ഭയങ്കര ക്രൗഡഡ് ആണ്. അതുപോലെ ഭയങ്കര ഗംഭീരമാണ്. ഫുഡൊക്കെ ഭയങ്കര ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോഴത്തേനും ഫുഡിന്റെ ഒക്കെ മണം വന്ന് തുടങ്ങുകയാണ്. ഒരുപാട് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും ഫുഡ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് കണ്ടുപോയാൽ നമുക്കൊരു ഒരു മൺസൂൺ ഭക്ഷ്യമേള എന്ന് വേണമെങ്കിൽ ഇതിന് പേരിടാം. മൺസൂൺ ഫുഡ് ഫെസ്റ്റ്. മൺസൂൺ ഫുഡ് ഫെസ്റ്റ് ബൈ സ്പെഷ്യൽ മോംസ് ഓഫ് NIPMR അല്ലേ? അതാണ്. അപ്പോൾ ആ മൺസൂൺ ഫുഡ് ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഏവർക്കും ആശംസിക്കുന്നു. എന്തൊക്കെയാണ് മാഡത്തിന്റെ പ്രചോദനങ്ങൾ ഇത് തുടങ്ങാൻ വേണ്ടിയുള്ള? അത് നമ്മളിപ്പോൾ കുട്ടികളെ കൊണ്ടുവരണമെന്ന് അറിയാലോ. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും എല്ലാ അമ്മമാരും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ തോതിലൊന്ന് ചെയ്തു നോക്കി. അപ്പം നമ്മൾ എത്ര പ്രതീക്ഷിച്ചില്ല അന്ന് ചെയ്യുമ്പോൾ. വീണ്ടും ചെയ്താലോ എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തേക്കണേ. അപ്പം ഇനി ആയാലും ഞങ്ങൾക്കിത് കുറച്ചുകൂടി കൂടുതൽ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്. നമ്മളെ അമ്മമാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര എല്ലാം കൊണ്ട് ഞങ്ങൾ വർഷങ്ങളായി ഇപ്പം ഞാൻ വരുന്നത്. എൻ്റെ മോനെ കൊണ്ടുവന്നപ്പോൾ 13 വർഷമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഇനിയും ചെയ്യും. ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഫുഡൊക്കെ നന്നായിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇതാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ഹെൽത്തി, അതൊന്നും ഷുഗറൊന്നും കൂടുതലില്ല, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അഭിപ്രായം പറയാനായിട്ട് സൂപ്പർ ഫുഡാണ്. എല്ലാം വെറൈറ്റി ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്തിയാൽ നല്ലതായിരിക്കും. താങ്ക് യു. ഹായ്, എന്തുണ്ട്? സുഖമാണോ? സുഖം തന്നെ. ഇപ്പൊ എന്തൊക്കെയാണ് വിഭവങ്ങൾ? എല്ലാവരും ഞാനിന്ന് ഉണ്ടാക്കിയത് ഉന്നക്കായും മുട്ടപ്പറ്റി. എന്തൊക്കെയാണ് വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? എൻ്റെ ഉള്ളത് കൊള്ളുണ്ടയും സേമിയ പായസം. എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്? ഞാനിപ്പോ കഴിച്ചത് ഇറാനി പത്തിരിയും ചട്ടിപ്പത്തിരിയാണ്. നന്നായിട്ടുണ്ട്. പായസം കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലട പായസം ഓണൊക്കെ അല്ലേ, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണ് അമ്മയുടെ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ലേ? ഹായ് അമ്മ, എങ്ങനെയുണ്ട്? സുഖല്ലേ? എന്തൊക്കെയാണ് അമ്മയുടെ വിഭവങ്ങളെല്ലാം? ഇറാനി പോള, ചട്ടിപ്പത്തിരി, കായ്പോള, മോമോസ്, ചക്കട. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ്. നേരത്തെ എഴുന്നേറ്റാണോ ഇതിന്റെ പ്രിപ്പറേഷൻ? ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തു. എന്ത് തോന്നുന്നു ഇപ്പം ഫുഡ് ഫെസ്റ്റ്? ഫീലിംഗ് പ്രൗഡ്. തീർച്ചയായിട്ടും നമ്മൾ ഭിന്നശേഷിക്കാരായ മക്കളോടൊപ്പം അവരെ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷം. ഹായ്, എങ്ങനെയാണ് കപ്പയും മീനൊക്കെ കഴിച്ചിട്ട്? അടിപൊളി. എന്തായാലും മുട്ട ബജി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സാർ എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാണ്. അടിപൊളിയാണോ? നന്നായിട്ടുണ്ട്. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ആണല്ലേ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. എല്ലൂരിനെ ആൾറെഡി മേടിച്ചിട്ടുണ്ട് ചേച്ചിയോട്. അപ്പൊ ടേസ്റ്റ് അറിയാം. സോ എവറിത്തിങ് ഇസ് ഗുഡ്. നൈസ് ടേസ്റ്റ്. ഹായ് മാം, എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തിയിട്ട്? ഒരു സംതൃപ്തി ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട്. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്. ഇവിടെ എത്ര നാളായിട്ട് ഉള്ള? ഇവിടെ ഒരു 10-14 വർഷമായിട്ടുണ്ട്. അപ്പം ഇപ്പം ഫുഡ് ഫെസ്റ്റ് നടത്താനുള്ള ഒരു പ്രചോദനം? അത് സാറ് തന്നെ, നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണല്ലേ. മാം എങ്ങനെയുണ്ട് പായസം കുടിച്ചിട്ട്? പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ അമ്മമാര് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് മാത്രല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഫുഡ് ഫെസ്റ്റ് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റിന്, ഈ ഒരു സംരംഭത്തിന് ഞങ്ങൾക്ക് പിന്തുണ തന്നതും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തതും ചന്ദ്രബാബു സാറാണ്. സാറിനോടും അതുപോലെ തന്നെ മറ്റ് മാനേജ് സ്റ്റാഫ് അംഗങ്ങളോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അമ്മമാരുടെ കൂട്ടായ്മ. ഞങ്ങൾ മറ്റ് അമ്മമാരോടും അച്ഛന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, വീടുകൾക്കുള്ളിൽ ഒതുങ്ങാതെ, ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒതുങ്ങാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇതുപോലുള്ള കൂട്ടായ്മകളിൽ പങ്കുചേർന്ന്
ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ നിരാശകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ആശയങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇനിയും ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ള പൂർണ്ണമായ പ്രത്യാശയോടുകൂടിയും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ആശയത്തോടു കൂടിയും ഞങ്ങൾ നിർത്തുന്നു.